ഈ വെള്ളം കൊണ്ടുവന്ന് പറഞ്ഞ് ഞാൻ അവിടെ കാത്തിരിക്കുന്നു. നീ ഇവിടെ ഒന്ന് സൂഹിക്കുന്നു. എന്താണ് നിനക്ക്? എനിക്ക് വയ്യപ്പേ. ഇവക്ക് പേറ്റുന്നത് തുടങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ പോയി ഡാക്ടറെ വിളിച്ചോണ്ടരാ. വേണ്ട വേണ്ട വേണ്ട, ഡാക്ടറെ ഒന്നും വിളിക്കണ്ട. നീ പോയി ആ പതിച്ചീനെ വിളിച്ചോണ്ട് വാ. ഞാൻ എന്റെ 3 മക്കളെ പ്രസവിച്ചതേ ഡാക്ടർ വന്നിട്ടോ പട്ടുപറ്റേ കിടന്നിട്ടോ ഒന്നുമല്ല. ശരി. ഇതാ ഒരു കത്തുണ്ട്. വീട്ടിൽ നിന്ന്. എന്താ വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല. വരൂ. നീ എന്താ നമ്മളൊരുമാരെ മൈൻഡ് ചെയ്യാതെ പോന്ന്? ചായ ആർക്കാ? ചായ സാറിനുള്ളതാ. ഞാൻ പിന്നെ സാറില്ലേ? സാറിന് വരെ വേണ്ട കൂടി. നീ പോ. എടാ, ഇന്ന് നേരം വെളുത്ത പിന്നെ എത്രാമത്തെ ചായയായി കുടിക്കുന്നത്? അതെങ്ങനെയാ? മനുഷ്യനൊരു സ്ഥലത്തിരുത്തണ്ടേ? എവിടെ പോയാലും ചായ കുടിക്ക് കുടിക്ക് എന്നും പറഞ്ഞ് പിന്നാലെ നടക്കുകയല്ലേ. കുടിച്ചില്ലെങ്കിൽ നിന്റെ അന്തസ്സിന്റെ കുറവല്ലേ എന്ന് വിചാരിച്ച് കുടിച്ചു പോകുന്നതാ. അത്ര കഷ്ടപ്പെട്ട് നീ എന്റെ അന്തസ് വർദ്ധിപ്പിക്കണ്ട. ഇതോടെ നിർത്ത്. അതിപ്പോ എങ്ങനെയാ? കുടിച്ച് ശീലിച്ചു പോയതല്ലേ. അല്ലെങ്കിൽ നീ എനിക്കൊരു ജോലി സംഘടിപ്പിച്ചു. നോക്കട്ടെ. നോക്കൂ, ഇന്ന് കുറച്ച് നേരത്തെ വരുമോ? നമുക്കിന്ന് ഷോപ്പിങ്ങിന് പോകണം. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്കൊന്ന് പോകണം. വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും ഞാൻ എന്റെ അമ്മാവിയമ്മയെ കണ്ടിട്ടില്ലല്ലോ. എനിക്കൊന്ന് കാണണം. അവരുടെ കൂടെ കുറച്ച് ദിവസം താമസിക്കണം. ഗീതേ, നീ എന്താ ഈ പറയുന്നത്? സാധാരണ ഒരു ഭാര്യയ്ക്ക് തോന്നുന്ന ആഗ്രഹം മാത്രം. നീ നല്ലവണ്ണം ആലോചിച്ചിട്ടാണോ പറയുന്നത്? വളരെ മുമ്പേ ആലോചിച്ചതാണ്. ഇന്നലെ വന്ന കത്ത് വായിക്കുകയോട് ചെയ്തപ്പോ ഇനി താമസിപ്പിക്കണ്ടാൻ തീരുമാനിച്ചു. നമുക്ക് നാളെ തന്നെ പുറപ്പെടാം. അമ്മാവൻ സമ്മതിക്കില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചു. ഇപ്പോൾ ചേട്ടത്തി ഒറ്റയ്ക്കല്ലേ എല്ലാം സഹിക്കുന്നത്. ഞാൻ കൂടി ചെന്നാൽ അവർക്കൊരു സഹായമാകും. ഇങ്ങോട്ട് നോക്കി. രാജന്റെ അമ്മയെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കേട്ടുകേൾവി അനുസരിച്ച് അങ്ങോട്ട് പോകാതിരിക്കുകയാണ് ഭേദം. സാരമില്ല, എത്രയായാലും എന്റെ ഭർത്താവിന്റെ അമ്മയല്ലേ. അങ്ങനെയാണെങ്കിൽ ഒട്ടും താമസിക്കണ്ട, ഇപ്പൊ തന്നെ പോകുന്നതാണ് നല്ലത്. ഒരു ധൈര്യത്തിന് വേണമെങ്കിൽ ഞാനും കൂടെ വരാം.
നിൽക്കൂ നിൽക്കൂ, ഒരു നിമിഷം. നോക്ക്, ഇതാണ് രമ, എന്റെ ഒരേ ഒരു അനിയത്തി. ഇത് ഗീത, നിന്റെ ചേട്ടത്തിനാണ് കേട്ടാ. അതാണ് രാമു, എന്റെ സ്നേഹിതൻ. ഒരു പണിയില്ല. ഇതാണ് ചേട്ടത്തി. വരൂ, വലുതുകാലി വെച്ച് കയറും. നിൽക്കണേ. അമ്മ ക്ഷോഭിക്കരുത്, ബ്ലഡ് പ്രഷർ കൂടും. തെറ്റായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം. നിങ്ങളാണ് അപ്പുക്കുട്ടനല്ലേ? അതെ, ഞാൻ തന്നെയാ. ആ കാറിനകത്ത് ഞങ്ങളുടെ പെട്ടിയും കിടക്കയും എല്ലാം ഉണ്ട്, അകത്തേക്ക് എടുത്തു വെക്കും. ഹലോ ഹലോ ബോയ്, വരൂ വരൂ, അടുത്തേക്ക് വരൂ. ആ കാറിനകത്ത് പെട്ടിയും കിടക്കയിലുണ്ട്, പോയി എടുത്തു വരൂ. ഏതായാലും തുടക്കം ഗംഭീരമായിട്ടുണ്ട്. ചേച്ചി, മോളെവിടെ? ഉറങ്ങുക. ചേട്ടത്തി പേടിക്കണ്ട, ഇവളൊന്ന് കരുതി പോന്നിരിക്കുക. ഈ അഹങ്കാരി പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഈ നിമിഷം വീട്ടിൽ നിറയിക്കണം. എന്റെ ഭാര്യയെ ഇങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ട് കൊണ്ടുവരാനമ്മേ? സാരമില്ല, നമ്മൾ ഇത്രയും നാൾ ഇങ്ങോട്ട് വരാതിരുന്നതിന്റെ ദേഷ്യമാണ് അമ്മയ്ക്ക്, അല്ലേ അമ്മേ? രാജേട്ടൻ ചായ വേണ്ടേ? അമ്മേ, അടുക്കള എവിടെയാ? ഒറ്റ സാധനത്തിനകത്ത് കയറ്റിപ്പോരുത്, കൊണ്ടുപോയി വെളിയിൽ. തന്റെ ബോസാ പറയുന്നത് അകത്തേക്കെടുത്ത് വെക്കാൻ. അപ്പുകുട്ട, ഞാനാ പറയുന്നത് ഈ പെട്ടിയൊക്കെ വെളിയിൽ കൊണ്ടുപോ. ഞാനാ പറയുന്നത് എല്ലാം അകത്തേക്കെടുത്ത് വെക്കാൻ. അപ്പുകുട്ട, ഈ ഭാർഗവ്യം വന്നിട്ട് ഭാർഗവ്യമ്മ പറയുന്നത് കൊണ്ടുപോയി വെളിയിൽ. അപ്പുട്ട, ഭാർഗവി മന്ദിരത്തിലെ ഭാർഗവി അമ്മയുടെ മകന്റെ പ്രൈവറ്റ് സെക്രട്ടറി പറയുന്നത് എല്ലാം അകത്തേക്കെടുത്ത് വെക്കാൻ. ഒരു കാര്യം ചെയ്ത് ഇതൊന്നു പിടി, സൂക്ഷിച്ചു പിടി. പൊട്ടണ സാധനം കൊണ്ട് താഴ്ത്തിട്ടരുത്. ഒരു ഉപകാരം ചെയ്യാമോ? നിങ്ങൾ എല്ലാവരും കൂടി എന്നെ വട്ടം മുറിക്കുക, എന്നിട്ട് തലയകത്തും വെക്കുക, കട പുറത്തും വെക്കുക. അപ്പൊ ഇനി ജീവനോടെ പോകാമല്ലോ. മനുഷ്യന് കരയ്ക്കും പോയോ വെള്ളത്തിലും പോയോ ആത്മഹത്യ ചെയ്യും ഞാൻ. എന്താ ഇവിടെ ഒരു ബഹളം? ഇവരിത് അകത്തേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. അമ്മ തമാശ പറയുന്നല്ലേ? അപ്പുകുട്ടാ, അതിങ്ങ അകത്തേക്ക് കൊണ്ടുപോവാ. സ്വന്തം മാന് പിറന്ന വീട്ടിൽ അവകാശമില്ല നേരെങ്കിലും അമ്മമാര് പറയുവോ? പതുക്കെ 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 പിടിയില്ലേ? നല്ല മിടുക്കിയല്ലേ? എനിക്ക് പേടിയാവുന്നു. മോളെ എണീറ്റോ? മോളെ രമേ, മോളെ ഒന്ന് പിടിക്കേ, ഞാൻ ചായ എടുക്കട്ടെ. വേണ്ട, ഞാൻ എടുക്കാം. മോളെ രമ എടുത്തിരിക്കുന്ന കണ്ടാൽ അമ്മ അവളെ തല്ലും. ചേട്ടന്റെ കുഞ്ഞിനെ എടുത്തിട്ടല്ലേ? സാരമില്ല, മോളെ ഇതാ പിടിക്ക. പിടിക്ക്. എന്റെ ആയുസിൽ ഇങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ സത്യം പറയാനുണ്ടല്ലോ, അതെ എന്റെ ഈ പെരുവരിൽ തൊട്ട് തലമുട്ടി വരെ ഒരു തരിപ്പങ്ങോട്ട് കയറിയിട്ടേ പിന്നെ ഞാൻ ഈ ഭാർഗവീയ മന്ദിരത്തിലെ ഭാർഗവമ്മയുടെ അന്തസ്സിനെ ആലോചിച്ചൊന്നും പറഞ്ഞില്ല. ദേ എനിക്ക് ചൊറിച്ചില് വരണ്ടിട്ടാ, ഞാൻ വല്ല പറഞ്ഞാലുണ്ടല്ലോ എന്താ. ചായ അമ്മയുടെ ഭാഗമൊന്നും എനിക്കറിയില്ല. പഞ്ചസാര കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഹാർട്ടിന് അസുഖമുണ്ടെന്ന് രാജേട്ടൻ പ്രത്യേകം പറഞ്ഞിരുന്നു.
അമ്മ കപ്പും സോസറും ധാരാളം വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. രമേ, 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 ഇവിടെ ഒന്ന് തുടയ്ക്കും. എനിക്കൊന്ന് കുളിക്കണം. മോളെ ഇങ്ങ് തന്നേക്കും. മോളെ, എന്താ ഇവിടെ വന്നിരിക്കുന്നത്? വെറുതെ. ഇവിടെ നല്ല കാറ്റുണ്ട്. അതൊന്നുമില്ല, അമ്മയുള്ളത് കൊണ്ട് ചെറിയൊരു പേടി അല്ലേ? ഞാൻ എന്തിനു പേടിക്കുന്നു? അതിരിക്കട്ടെ, പാർട്ടി എന്ത് ചെയ്യുന്നു? അകത്ത് കലിതുള്ളി വെളിച്ചപ്പെടുന്നുണ്ട്. പെരുമാറ്റം നീ വിചാരിക്കുന്നതിനേക്കാൾ പെശകാണ്. സാരമാക്കണ്ട. എന്നെ സമാധാനിപ്പിക്കുകയാണോ? അക്കാര്യം ഓർത്ത് സാറ് വിഷമിക്കരുത്. ആരത്? ഇത് ഞാനല്ല. ഇവിടെ വാടോ. എന്നോടാണോ വരാൻ? എന്താ ഇവിടെ? ഭയങ്കര ഉഷ്ണം. സ്വല്പം കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാ. ഇവിടെ ഇങ്ങനെ ഒളിച്ചു നിന്നിട്ട് വേണോ കാറ്റ് കൊള്ളാൻ? പോടോ. സമ്മതിച്ചു. ബോയ് അടുത്തേക്കോ കേട്ടോ. ചായ ആർക്കാടോ? രാജൻ കുഞ്ഞിന്. രാജൻ കുഞ്ഞെന്നു? രാജൻ സാറെന്ന് പറയണം. കൊച്ചിലെ മുതൽ രാജൻ കുഞ്ഞിനെ ഞാൻ കുഞ്ഞെന്ന് വിളിച്ച് ശീലിച്ചു പോയി. രാജൻ കുഞ്ഞിന്റെ അച്ഛൻ മരിക്കുമ്പോ രവിക്കുഞ്ഞിന് കുഞ്ഞു വിളി മാറ്റി സാറെന്ന് വിളിക്കണം. ഓ യെസ് സാർ. പിന്നെ വേറൊരു കണ്ടീഷൻ. ടൗണിൽ രാജനെ ചായമായി ഉണർത്താറുള്ളത് ഞാനാണ്. എന്റെ ഈ മുഖം കണി കണ്ട് എഴുന്നേൽക്കുന്നതാണ് രാജന് ഇഷ്ടം. അതുകൊണ്ട് താനൊരു കാര്യം ചെയ്യണം. ആദ്യം ചായയുമായി വന്ന് എന്നെ വിളിച്ചുണർത്തണം, എനിക്ക് തരണം. എന്നിട്ട് രാജനുള്ള ചായ എന്നെ ഏൽപ്പിക്കണം. ഞാൻ കൊടുത്തോളാം. മനസ്സിലായോ? അണ്ടർസ്റ്റാൻഡ്? ആ വയ്ക്കൂ. കലികാലം തുടങ്ങി. രാജൻ കുഞ്ഞിന് ചായ കൊണ്ടു കൊടുക്കാൻ പോലും എനിക്ക് അവകാശമില്ലെന്നായി. ആരാടാ പറഞ്ഞത്? ആ പ്രാന്തൻ. അവൻ എന്റെ മോനാണടാ. ആര്? ആ പ്രാന്തനോ? അവനെ ഞാൻ എത്ര കഷ്ടപ്പെട്ടാ വളർത്തിയത് അറിയാമോ? അടയ്ക്കാ മടിയിൽ വെക്കാം, അടയ്ക്കാ മരമായാലോ. പറഞ്ഞിട്ടെന്താ കാര്യം? ഈശ്വരാ. രമേ, നിന്റെ പുതിയ ചേട്ടത്തി വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. വന്നിട്ടുണ്ട്. ഞാനൊന്ന് കാണാൻ വന്നത്. ചേട്ടത്തി അകത്തുണ്ട്. ഏയ്, നീ കോളേജിലേക്കാണോ? അതെ. നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം. ഒരു പിക്നിക്കിന് പോകാം. കോളേജ് വിടുന്നതിന് മുമ്പ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കാം. രമേ, നിനക്ക് പോവാൻ സമയമായില്ലേ? നമസ്കാരം. രാജേട്ടന്റെ ഭാര്യയായിരിക്കും. അതെ. ഞാൻ ഗോപൻ, രാജേട്ടന്റെ അമ്മാവന്റെ മോൻ. പറഞ്ഞു കേട്ടിട്ടുണ്ട്. വരൂ, ഇവിടെ ഇരിക്കൂ. ഞാൻ അമ്മയെ വിളിക്കാം. ഹേയ്, എനിക്കൊരു തിരക്കില്ല. ഇവിടെ ഇരിക്കാൻ. അമ്മ ഇപ്പൊ വരും. എന്താ അമ്മ, അമ്മയ്ക്കൊരു വിഷമം? എന്താ അമ്മേ? എനിക്കിനി ജീവിച്ചിരിക്കണ്ട ഗോപ. എന്റെ മക്കൾക്ക് ആർക്കും എന്നെ വേണ്ട. കുടുംബത്തിൽ പിറക്കാത്ത ഓരോ പെണ്ണുങ്ങളല്ലേ വന്ന് എന്നെ ഭരിക്കുന്നത്. എന്റെ ഈശ്വര, എനിക്കത് ചത്താ മതി. ഈശ്വര, എനിക്ക് വേണ്ട. പിടിച്ചേട്ടത്തി, അമ്മ സ്വന്തം ഇഷ്ടപ്രകാരം ഇടിക്കുന്നല്ലേ. നമ്മൾ എന്തിനാ തടുക്കുന്നത്? നിങ്ങൾ ഒന്നും കേൾക്കുന്നില്ലേ? അയ്യോ, എന്നെ എങ്ങനെയെങ്കിലും എടുത്തോണ്ട് പോടെ. അയ്യോ എന്റെ അമ്മേ, അയ്യോ എന്റെ അമ്മേ, അയ്യോ എന്റെ അമ്മേ, അയ്യോ ഞാൻ ജീവിക്കില്ല. അയ്യോ സാരമില്ല. അയ്യോ ഇനി ഭേദമായിക്കോളും. അയ്യോ ആരും ശല്യപ്പെടുത്താതിരുന്നാ മതി. ചേച്ചി വരും. ഗോവിനിരിക്കൂ, ചായ കൊണ്ടുവരാം. എന്റെ അമ്മേ, അയ്യോ എന്താ താക്കൂല്?
ഇതൊക്കെ എങ്ങോട്ടാ? അലക്കാനാ. ഗീതയുടെ തുണിയുണ്ടെങ്കിൽ തരൂ, ഞാൻ അലക്കി തരാം. വേണ്ട വേണ്ട, ചേച്ചി അലക്കൊന്നും വേണ്ട. സാരമില്ല, ഒന്ന് വെറുതെ ഇരിക്കണം. ദേ മോള് കരയുന്നു. ചേച്ചി അങ്ങോട്ടിയല്ലേ ചെല്ലാൻ. അപ്പുകുട്ടാ, അപ്പുകുട്ടാ, എത്ര നേരമായി വിളിക്കുന്നു. എവിടെ പോയി കിടക്കുന്നു? അപ്പുകുട്ടാ, അപ്പുകുട്ടാ, എന്തേ ഇവിടെ വാ. വിളിച്ചാവോ? ഇവിടെ വേറെ വേലക്കാരും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, ഒരു പെണ്ണ്. പക്ഷെ അന്നേ ഇവളവിടുന്ന് ഡൈവോഴ്സ് ചെയ്തു. ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയും നീയും ചേർന്നല്ലേ അവളെ അയച്ചത്. ഇവിടിപ്പോ ജോലി ചെയ്യാനാരാ? വിമലക്കുഞ്ഞായിരുന്നു. കഷ്ടം. ചേച്ചിക്ക് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഒരു കാര്യം ചെയ്യാം. ചെയ്യാലോ. എനിക്കിവിടെ വേറെ ജോലിക്കാർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എനിക്കുമില്ല. ജോലികൾ അപ്പുകുട്ടൻ ചെയ്താലും മതി. അത് മതി. അയ്യോ, ഞാൻ എന്താ തനിക്ക് മേലളയെ പണിയെടുത്തുകൂടെ? എനിക്ക് മേലെ വൈകി ജോലി ചെയ്ത് ശീലമില്ല. ജോലി ചെയ്യാതെ തിന്ന് ശീലിച്ചു പോയല്ലേ? അതെ. സാരമില്ല, തന്നെത്താൻ പഠിച്ചോളൂ. അല്ല, ഞാൻ വേറെ ജോലിക്കാരെ അന്വേഷിക്കാം. ഏയ് വേണ്ട വേണ്ട, അപ്പുക്കുട്ടനായാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളല്ലേ. അപ്പുക്കുട്ടൻ മാത്രം മതി, വേറെ ആരും വേണ്ട. അവിടെ നിൽക്ക്. എടോ, എല്ലുമുറിയ പണിയെടുത്താ പല്ലുമുറിയ തിന്നാന്ന് കേട്ടു. എനിക്ക് എല്ലുമുറിയണ്ട പല്ലുമുറിയണ്ട, എന്റെ എല്ലാം മുറിഞ്ഞത്. അതേ ഇത് കണ്ട. അത് ശരി. എന്നൊന്ന് കഴിയാതെ വിളിച്ചാ മതി. ഇതാ അപ്പുക്കുട്ടൻ അലക്കിയിട്. പോകുമ്പോ അടുക്കള വരാന്തയിൽ ചേച്ചിയുടെ മുണ്ടും ബ്ലൗസും കൂടെ കിടപ്പുണ്ട്, അതും കൂടെ എടുത്തോണം, മറക്കരുതേ. ശരി. ഇനി വാ, ഇനി വാ. ഈ വാച്ചേ ജോലി ചെയ്യുമ്പോ അസൗകര്യമായിരിക്കും. ഇനി അഴിച്ചതാ. അയ്യോ, ഇത് ജനിച്ചപ്പോ കെട്ടിയതാ, ഊരാൻ പറ്റില്ല. എന്നാ തല്ലി പിടിച്ചെടുക്കാം. അയ്യോ. അവിടെ ഇല്ല, അവിടെ ഇല്ല, ഒരു നിമിഷം. അവിടെ അല്ലേ, ഒരു നിമിഷം. എന്തുകൊണ്ട്? Hmm.